ഹായ് ഗൈസ്, വെൽക്കം ടു പെരുന്നാൾ ദിവസം. അപ്പൊ എല്ലാവർക്കും ആയുന്നതിന്റെ വലിയൊരുന്നാൾ ആശംസകൾ. ജുമക്കോ മനസ്സ് നേരം വെക്കിയ പോലെ ഇനി പെരുന്നാൾ നിസ്കാരത്തോട് നേരം വെക്കിന്റെ മേലിൽ നിന്ന് പുറത്താക്കും നടക്കണം. കാണാനുള്ളവരൊക്കെ കണ്ടോളി, ഇതാണ് പെരുന്നാൾ ഡ്രസ്. അപ്പൊ നേരല്ല ഞാൻ പോവാണ്, പള്ളി പോവാണ്. സംഗതി പെരുന്നിറങ്ങിയപ്പോൾ ഉമ്മക്ക് സലാം കൊടുത്തു, ഉമ്മയും കൊടുത്തു. പക്ഷെ പള്ളിയിൽ തന്നെ നേരത്തെ വീഡിയോ നോക്കിയപ്പോഴാണ് വീഡിയോ റെക്കോർഡ് ആയിട്ടില്ല. ആകെ അങ്ങോട്ട് ചടച്ചില്ല. പിന്നെ നമുക്ക് നമ്മളെ കണ്ടന്റ് വലുതും ബാഗ് തിരിച്ച് പെരീക്കാണ് പാഞ്ഞു. എന്നിട്ട് ഉമ്മാനോട് ഒന്നുകൂടെ ആദ്യം കയ്യും തന്നുകൊണ്ട് ഉമ്മയും തരാൻ വേണ്ടി പറഞ്ഞു. ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഉമ്മാനെ എവിടെ കിട്ടും? ഉമ്മയും ബാപ്പയൊക്കെ വാങ്ങി തന്നെ അള്ളാഹു ആയാലും പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാവോ. പള്ളിയൊക്കെ കേൾക്കുന്ന കാലത്ത് ആദ്യം ചടച്ച് എങ്ങനെ ചടക്കാതൊക്കെ പിന്നെ നോക്കിയാൽ ഇതിന്റെ അതേ പാന്റും കുപ്പായിട്ട് മുന്നിൽ തന്നെ ഒരുത്തം വന്നിരിക്കണേ. ആർക്കും ഇല്ലാത്ത കളർ, റയർ കളർ എന്നൊക്കെ പറഞ്ഞു കണ്ട് പച്ചക്കുപ്പായം വാങ്ങിക്കണപ്പോ ജില്ല മൊത്തം പച്ചക്കുപ്പായാണ്. ഇതെന്താണ് യൂണിഫോമാ? രമേശിന്റെ ഇടയിൽ മേടിച്ചേ പറഞ്ഞില്ല തെണ്ടി. ഞങ്ങളോട് നിസ്കാരം കഴിഞ്ഞപ്പോ പള്ളിക്കൽ ആ കുന്തും ജനക്കൂട്ട്. സംഗതി എന്താ, പായസം കൊടുക്കണ്ടേ? നിങ്ങളെ പള്ളിക്കലൊക്കെ പെരുന്നൊക്കെ പായസം കൊടുക്കലുണ്ടോ? പായസമല്ല, പായസത്തിന് ചെമ്പ് വരെ എടുത്തോണ്ടോ. ഞാൻ അഫ്താബിനെ കളത്തുകണ ഇറക്കും. ഷുഗർ ഉള്ളവർക്ക് ഈ പായസം കുടിച്ചാൽ വലിയൊരുന്നാൾ ഉച്ചരാൻ നിൽക്കൂല. അപ്പൊ അതിന് കബറങ്ങൾക്ക് എടുക്കാനില്ല. അമ്മാരി എജ്ജാതി മധുരം അറിയും. എത്തപ്പനെ നിങ്ങൾക്ക് ആകെ ചടക്കുന്നുണ്ട്. ചെറിയ പീക്കിന് ചെക്കന്മാര് മുതൽ വലിയൊരു മുതുക്ക് മനുഷ്യന്മാര് വരെ പച്ചക്കുപ്പായ. ഹൈസ് പെരീക്കെത്തിയപ്പോഴെന്റെ മുന്നത്തെ ഓഫീസിന്റെ സ്വന്തം വാപ്പ പെരുന്നാക്കുപ്പായ കഴിച്ചിട്ട് വാപ്പാന്റെ യൂണിഫോം ഇട്ട് ടെറസിന്റെ മേലെ പണിയെടുക്കും. പിന്നെ നടന്ന് ഫോട്ടോ എടുക്കൽ ചടങ്ങില്ല. അതൊരു വല്ലാത്ത ചടങ്ങില്ല. എത്ര നേരം എടുത്തോളൂ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട്. പെരി പോയപ്പോൾ കോഴിക്കുള്ള പെരുന്നാച്ചോറൊക്കെ വാപ്പ രാവിലെ തന്നെ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മക്കത്തിൽ നിന്നുണ്ട്. എന്റെ അമ്മ ഉണ്ടാക്കി നല്ല ഫസ്റ്റ് ക്ലാസ് കോഴി ബിരിയാണി, നല്ല ബിസിനസ് ക്ലാസ് അടപ്രഥമ പായസം. മച്ചാൻ അത് പോരെ, എത്ര തിന്നാലും മടുക്കാത്തൊരു സാധനം എന്റെ അമ്മാന്റെ ബിരിയാണി. മേലെ പോയി കടന്നിറങ്ങി നീച്ചപ്പോ താഴത്തെ ആകെ കലവ ഒച്ചപ്പാട്. സംഭവം എന്താ, പെങ്ങളും കുട്ടികളും വന്നേ. ഇതിന്റെ അളിയന്റെ അനിയന്റെ മോള് ഇൻഷു എന്റെ വലിയ ആരാധികയാണ്. ഈ മുതലേ പിന്നെ പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ. എന്റെ ദീദിന്റെ ചെറുതേ നൈനു. നിങ്ങൾ എന്റെ ദീദിന്റെ കോസ്റ്റ്യൂം ഒന്ന് കണ്ടാളി. ഓളിഞ്ഞ് എത്ര സ്കൂൾ കുട്ടികളെങ്കിൽ 2 കുട്ടികൾ തള്ളന്നെയാണല്ലോ. എന്നാ നിന്റെ അളിയന്റെ കോസ്റ്റ്യൂം ഒന്ന് കണ്ടാളി. ദീദിന്റെ അളിയന്റെ മൂത്ത മോൾ ഇങ്ങനെ ഒരു മുതലുള്ളതുകൊണ്ട് നമ്മളെ യൂട്യൂബ് ചാനൽ ആര് കണ്ടില്ലെങ്കിൽ ഇവിടെ കണ്ടിരുന്ന ഇങ്ങനെ വിജയിപ്പിച്ചോളൂ. ഇതാണ് അളിയന്റെ അനിയന്. ചായ അടിച്ചുമ്പോൾ ജീവിതകാലത്തിന്റെ ഓരോ പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അളിയന്. ദീദി അളിയനെ വന്ന് ഉമ്മാനെ ഒരുക്കി കുട്ടികൾ നേരെ മിനി കുട്ടികളെ വിട്ടു. എന്നോട് കുറെ പറഞ്ഞു പോരാ, എനിക്കൂടെ വീഡിയോ എടുത്തിട്ട് ഞാൻ പോയില്ല. ഇത് പിന്നെ എങ്ങനെയാണല്ലോ, വിരുന്നേര് പോയി കഴിഞ്ഞാൽ നമ്മൾ ബേക്കറി കഴിയിട്ട് വരണം. അതാണല്ലോ അതിന്റെ ഒരു പ്രകൃതി നിയമം. അപ്പൊ എല്ലാവർക്കും ഒന്നുകൂടെ വലിയൊരുന്നാൾ ആശംസകൾ. നമ്മളെ വലിയൊരുന്നാളിന്റെ വീഡിയോ യൂട്യൂബ് ചാനലുണ്ട്. ചാനൽ ലിങ്ക് ബയോയിലുണ്ട്, വേഗം പോയി കണ്ടോളി. സോ ദാറ്റ്സ് ഫോർ ടുഡേ. എന്താ ചെയ്യാ, എല്ലാവരും ദുആ ചെയ്യാ, ഫോളോ ചെയ്യാ.